ഉണ്ണികൾക്കു 108 ഗുരുദേവ കഥകൾ. അധ്യായം 12. ഒരു വേർപാട്. അഞ്ചുതെങ്ങിനടുത്ത് നെടുങ്കണ്ട എന്നൊരു ഗ്രാമമുണ്ട്. അവിടെ നാണുവാശാന്റെ കുടുംബത്തിൽപ്പെട്ട ഒരമ്മാവൻ താമസിച്ചിരുന്നു. നല്ലൊരു വിഷചികിത്സകനായിരുന്നു അദ്ദേഹം. നാട്ടുകാർ വിഷഹാരി വൈദ്യൻ എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ആ അമ്മാവന്റെ രണ്ടാമത്തെ മകളായിരുന്നു കാളിയമ്മ. സ്വതവേ മൗനിയും ശുദ്ധഗതിക്കാരനുമായ നാണുവിനെ കൊണ്ട് കാളിയമ്മയെ വിവാഹം ചെയ്യിച്ചാലോ? അതോടെ അവന് കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധയുണ്ടാകും. ഇതായിരുന്നു തറവാട്ടിലെ ചില കാരണവന്മാരുടെ കണക്കുകൂട്ടൽ. നാണുവിനെ കാളിയമ്മയുമായി അടുപ്പിക്കാൻ അവരിൽ പലരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അമ്മാവന്റെ വീട്ടിൽ പോകാറുണ്ടെങ്കിലും കാളിയമ്മയെ കാണാറുണ്ടെങ്കിലും അവളോട് പ്രത്യേക അടുപ്പമൊന്നും നാണുവാശാന് തോന്നിയിരുന്നില്ല. തങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ തലമുതിർന്ന ചില ബന്ധുക്കൾ പറഞ്ഞു, നാണുവിനെയും കാളിയെയും തമ്മിലടുപ്പിച്ച് കല്യാണം നടത്താൻ കാത്തിരുന്നാൽ അത് സാധിക്കുമെന്ന് തോന്നുന്നില്ല. തൽക്കാലം നമുക്ക് കല്യാണം അങ്ങു നടത്താം. അപ്പോൾ കാര്യങ്ങളൊക്കെ നേരെ വന്നുകൊള്ളും. ശരിയാണ്, ഇപ്പോൾ രണ്ടുപേർക്കും നല്ല പ്രായമാണ്. ഇനിയും നീട്ടിക്കൊണ്ടു പോകേണ്ട. കാരണവന്മാർ അതിനെ പിന്താങ്ങി. അങ്ങനെ വേണ്ടപ്പെട്ടവരെല്ലാം ചേർന്ന് നാണുവാശാന്റെയും കാളിയുടെയും കല്യാണം നിശ്ചയിച്ചു. അക്കാലത്തെ നാട്ടുനടപ്പ് അങ്ങനെയായിരുന്നു. ചെറുക്കന്റെയും പെണ്ണിന്റെയും സമ്മതത്തിനല്ല, കുടുംബത്തിലെ കാരണവന്മാരുടെ തീരുമാനത്തിനാണ് പ്രാധാന്യം. എല്ലാം തീരുമാനിച്ച ശേഷം അവർ നാണുവാശാനെ വിവരമറിയിച്ചു. നാണു അതിന് തടസ്സമൊന്നും പറഞ്ഞില്ല. ഒടുവിൽ കല്യാണത്തിന്റെ തീയതിയും നിശ്ചയിച്ചു. എല്ലാ ഒരുക്കങ്ങളും തകൃതിയായി നടന്നു. പക്ഷേ എന്തു പറയാൻ, സംഗതിയാകെ പുലിവാലായി. കല്യാണത്തിന്റെ തലേന്നു മുതൽ നാണുവാശാനെ കാണാതായി. ബന്ധുക്കൾ നാട്ടിലുള്ള ക്ഷേത്രങ്ങളിലും ബന്ധുക്കളുടെ വീടുകളിലുമൊക്കെ ഓടി നടന്ന് അന്വേഷിച്ചു. പക്ഷെ ഒരു പ്രയോജനവും ഉണ്ടായില്ല. മാടനാശാനും കുട്ടിയമ്മയ്ക്കും ബന്ധുക്കൾക്കുമെല്ലാം വല്ലാത്ത വേവലാതിയായി. ഇനി എന്തു ചെയ്യും? നാണുവില്ലാതെ എങ്ങനെയാണ് കല്യാണം നടത്തുക? തൽക്കാലം ചെറുക്കനില്ലെങ്കിലും കുഴപ്പമില്ല, ചെറുക്കന്റെ പെങ്ങൾ പുടവ കൊടുത്ത് കാളിയെ കൂട്ടിക്കൊണ്ടുവരട്ടെ. ബന്ധുക്കൾ ഒരേ സ്വരത്തിൽ തീരുമാനിച്ചു. അങ്ങനെ നാണുവാശാന്റെ പെങ്ങൾ ബന്ധുക്കളെയും കൂട്ടി നെടുങ്കണ്ടയിൽ ചെന്ന് ചടങ്ങുകൾ കഴിച്ച് കാളിയമ്മയെ വയൽവാരം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ചടങ്ങുകളെല്ലാം തീർന്നപ്പോൾ നാണുവാശാൻ വന്നെത്തി. ആരോടെങ്കിലും ഒരു കറുത്ത മുഖമോ എതിർപ്പോ ഒന്നും അദ്ദേഹം പ്രകടിപ്പിച്ചില്ല. അന്ന് നിലനിന്നിരുന്ന മരുമക്കത്തായ സമ്പ്രദായമനുസരിച്ച് കാളിയമ്മ നെടുങ്കണ്ടയിലെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചുപോയി. നാണുവാശാനും ഇടയ്ക്കിടെ അവിടെ ചെന്ന് കാര്യങ്ങൾ തിരക്കാറുണ്ടായിരുന്നു. എങ്കിലും കാളിയമ്മയെ കെട്ടിയ പെണ്ണായി കാണാൻ നാണുവാശാന് കഴിഞ്ഞില്ല. ഒരു ഭർത്താവാകുവാൻ നാണുവാശാന് മനസ്സും ഉണ്ടായില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം നാണുവാശാൻ കാളിയമ്മയുടെ സമീപത്തേക്ക് ചെന്നു. കാളിയമ്മ കുറച്ച് പഴവും മറ്റു പലഹാരങ്ങളും നാണുവാശാന്റെ അടുത്ത് കൊണ്ടുവച്ചിട്ട് മാറി നിന്നു. അതിലൊരെണ്ണം എടുത്ത് കാളിയമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നമുക്കു നമ്മുടെ ലക്ഷ്യം. ലോകത്തിൽ ഓരോരുത്തരും ഓരോ കാര്യസാധ്യത്തിനായി ജനിക്കുന്നവരാണ്. എനിക്കും നിങ്ങൾക്കും ഓരോ പ്രത്യേക കാര്യം സാധിക്കേണ്ടതായി ഉണ്ടായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക, ഞാൻ എൻ്റെ കാര്യം നോക്കട്ടെ. നിനക്കെല്ലാ നന്മയും ഉണ്ടാകട്ടെ. കൈകൾ ഉയർത്തി യാത്രാമൊഴി ചൊല്ലിക്കൊണ്ട് നാണുവാശാൻ കാളിയുടെ സമീപത്തു നിന്നു മെല്ലെ നടന്നകന്നു. തന്റെ ജീവിത പങ്കാളിയായി എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയ അദ്ദേഹം നടന്നകലുന്നത് കണ്ട് കാളിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ശേഷം ഭാഗം തുടരും.